മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് 1 മിനിറ്റ് കൊണ്ട് പഠിക്കണം. വാ, ഏതാണോ ഫണ്ട് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ആദ്യം തന്നെ NAV എന്ന് പറഞ്ഞിട്ടൊരു ടാബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതാണ് നെറ്റ് അസറ്റ് വാല്യൂ. അതായത് നമ്മുടെ സ്റ്റോക്കിന്റെ ഒക്കെ പ്രൈസ് പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇതാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ CAGR എന്ന് പറഞ്ഞിട്ടൊരു ടാബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ റിട്ടേൺസ് എത്രയാണ്, 2 വർഷത്തെ ആവറേജ് എത്ര, 3 വർഷത്തെ ആവറേജ് എത്ര എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു CAGR വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ വേണ്ടി പറ്റും. ദെൻ AUM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കൈവശം എത്രത്തോളം പൈസ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു AUM സൂചിപ്പിക്കുന്നത്. അതായത് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ടാബ് ഇവിടെ കാണുന്നുണ്ട്. സോ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇതാണ് ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് പിൻവലിക്കുകയാണെങ്കിൽ അവർ എത്ര ശതമാനം നമ്മൾ ഈടാക്കും എന്നുള്ളതാണ് എക്സിറ്റ് ലോഡ് സൂചിപ്പിക്കുന്നത്. ദെൻ എക്സ്പെൻസ് റേഷ്യോന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പൈസ അവർ കൈവശം വെക്കുന്നതിന് നമ്മുടെ ഇന്ന് ആനുവലി ഈടാക്കുന്ന പെർസെന്റേജ് ആണ് എക്സ്പെൻസ് റേഷ്യോ. ഇത് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. ദെൻ താഴോട്ട് വരുമ്പോൾ നമുക്ക് ബൈ എന്നുള്ളത് ലംസം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും SIP എന്നുള്ളത് നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നടത്താനുമുള്ള ഓപ്ഷനാണ്. ഓക്കെ, താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടിന്റെ മാനേജർ ആരാണെന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസിലാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്, എത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് എന്നുള്ളതെല്ലാം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല മ്യൂച്വൽ ഫണ്ട്സ് വെച്ചിട്ട് അതിനൊരു കമ്പാരിസൺ നടത്തിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും.